പാസ്റ്ററിലെ ഞാൻ എൻ്റെ മോടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചിരുന്നു. ബിന്ദുവാൻ്റെ വൈകിട്ടത്തെ മീറ്റിങ്ങിലും രാവിലത്തെ മീറ്റിങ്ങിലും ഞാനിങ്ങനെ പറയാനിടയായി തീർന്നു. മോടെ വിവാഹത്തിൻ്റെ ആലോചന വന്നപ്പോൾ ഒരു പൈസ പോലും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയിലാണ് ആലോചന വന്നത്. ഒരു ശുശ്രൂഷകനായതുകൊണ്ടും നല്ലൊരു കുടുംബമായതുകൊണ്ടും ഞങ്ങൾ ആ കാര്യത്തിന് വേണ്ടി അവരുടെ വീട്ടിൽ പോകുവാനും സംസാരിക്കാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ ആ നിമിഷം തൊട്ട് കുഞ്ഞുങ്ങൾ പപ്പ ഇല്ല. എന്നാലും ആ നിമിഷം തൊട്ട് എനിക്ക് വളരെ ഭാരമായിരുന്നു. ദൈവം തക്ക സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം മംഗളകരമായി നടത്തുവാൻ ദൈവം സഹായിച്ചു. അനേക പ്രിയപ്പെട്ടവർ കൈത്താങ്ങി. കർത്താവിൻ്റെ ദാസനും ആൻറ്റിയും പ്രാർത്ഥനയിൽ എന്നെ ഒത്തിരി ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തുകയും ചെയ്യുവാനിടയായി തീർന്നു. പ്രാർത്ഥിച്ച് സഹായിച്ച കുഞ്ഞിൻ്റെ വിവാഹം തക്ക സമയത്ത് മംഗളകരമായി നടക്കുവാൻ ദൈവം ഇടയാക്കിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്തൊരു സമയത്താണ് എങ്ങനെ നടക്കും എനിക്ക് പല ദിവസങ്ങളിലും ചങ്കിൻ്റെ അത് ഭയങ്കര വിഷമമായിരുന്നു. ആ വിഷയത്തിനൊക്കെയും ദേവദാസിയൊക്കെയും പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് വൈകിട്ടത്തെ കൂട്ടായ്മയ്ക്ക് കൂടുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. രാവിലെ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു ഭയങ്കര വേദനാകരമായ ഒരു സംഭവമാണ്. എന്നാൽ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിച്ചു. ഞാൻ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച അവസ്ഥകളുണ്ട്. മരണത്തോട് മല്ലടിച്ച അവസ്ഥകളൊക്കെ ഉണ്ട്. എന്നാൽ ഇത്രത്തോളം ദൈവം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സുവിശേഷ വേലയിൽ നല്ല രീതിയിലായിത്തീരുവാൻ എല്ലാ ദൈവമക്കളും പിന്നെയും പ്രാർത്ഥിക്കണം. വയതുങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പഠിക്കുവാണ്. മൂത്ത വയതിലും പഠിക്കുവാണ്. എന്നാൽ ശനിയാഴ്ച ആണ് അവർ ആരാധന സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. അവിടെ താമസിച്ച് ശനിയാഴ്ച വിസിറ്റിങ്ങും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച അവർ വൈകുന്നേരത്തോടെ മടങ്ങി വരുള്ളൂ. പ്രിയപ്പെട്ട ദേവദാസനും ആൻറ്റിയും ദൈവമക്കളും പ്രാർത്ഥിച്ചതിന് വളരെ നന്ദി സ്നേഹം അറിയിക്കുന്നു.